എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ അവസാനിച്ചിരിക്കുന്നു. സെമി ഫൈനൽ രണ്ട് പാത അവസാനിച്ചപ്പോൾ PSG വേഴ്സസ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു സെമി ഫൈനൽ. സെക്കൻഡ് ലീഗ് ബുണ്ടസ് ലീഗ വമ്പന്മാരായ ബയൺ മ്യൂണിക്കും PSG കൂടി ഏറ്റുമുട്ടിയത്. കുറേ കോൺട്രവേഴ്സികൾ എന്ന് പറഞ്ഞാൽ തർക്ക വിഷയങ്ങൾ കുറേ ബാക്കി വെച്ചിട്ടാണ് ആ മത്സരം അവസാനിച്ചത്. 1-1 സമനിലയിൽ അവസാനിച്ച മത്സരത്തിൽ ആദ്യ പാദത്തിൽ PSG ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഒരു ഗോളിനെ ജയിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 5-4 5-4 PSG ജയിച്ചിരുന്നു, ഒരു ഗോളിന് ജയിച്ചിരുന്നു. ആ ഒരു ഗോൾ ജയത്തിന്റെ കാര്യത്തിൽ ബലത്തിൽ PSG ഫൈനലിലേക്ക് മുന്നേറി. ബാക്ക് ടു ബാക്ക് ഫൈനൽ. കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായിരുന്നു, ഇപ്രാവശ്യം ഫൈനലിലേക്ക് ബാക്ക് ടു ബാക്ക് ഫൈനൽ. ഇനിയിപ്പോൾ ഇന്നലെ നടന്ന സെമി ഫൈനൽ സെക്കൻഡ് ലീഗിലേക്ക് വരികയാണെങ്കിൽ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ് PSG ഒന്നാ കൊടുത്തു ബയൺ ഇട്ടിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണ് തുറക്കാൻ സമയം കിട്ടിയിട്ടില്ല ബയണിന്. ഇത് ബയണിന്റെ ഹോം ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. എന്തായാലും ഒരു ഗോളിന്റെ പിന്നിലാണ് ബയൺ. അത് കാരണം എന്തായാലും ബയൺ ഇതിനു വേണ്ടി എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല. ഞാൻ വിചാരിച്ച ബയൺ ഒരു 3-4 അടിച്ച് സെറ്റാക്കി PSG മുക്കിൽ ഇരുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ വിപരീതമായി കണ്ണടച്ച് തുറക്കണേക്ക് മുമ്പ് ഒന്നാ കൊടുത്തു ഡംബലെ ഒന്നാ കൊടുത്തു. 3 മിനിറ്റ് തികയുന്നേക്കാൾ മുമ്പ് സ്കോർ ബോർഡിൽ PSG ഗോൾ അടിച്ചു. ആലോചിക്കണം, PSG കളിക്കുന്നത് സെക്കൻഡ് ലീഗ് സെമിഫൈനൽ കളിക്കുന്നത് ബയണിന്റെ ഹോം ഗ്രൗണ്ട് ആയ അലയൻസ് അറീനയിലാണ്. അവിടെ പോയിട്ട് അവർക്ക് ചിന്തിക്കാൻ പോലുള്ള സമയം കൊടുക്കാതെ ടപ്പ് അയച്ചിട്ട് 3 മിനിറ്റിനുള്ള റണ്ണാലക്കി. അതിന് കവർസ്കേലിക്ക് ഞാൻ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ആന ചങ്ങായി ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറി ബോൾ എടുത്ത് കയറിയിട്ട് ബോക്സിൽ കിട്ടുകൊടുത്തൊരു പാസ് ഉണ്ട്, അമണ്ടൻ പാസ്. പക്ഷെ അവിടെ ബയണിന് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻഡിയർ വിന്നറായ ഉസ്മാൻ ഡെംബലേനെ ഒരൊറ്റ പേര് പോലും മാർക്ക് ചെയ്തില്ല. ഫ്രീ മാൻ ആയിട്ട് നിന്ന ഉസ്മാൻ ഡെംബലക്കായിരുന്നു കവർസ്കാലിയ ബോൾ കൊടുത്തത്. ഒറ്റ ഷോട്ട് ടപ്പ വെച്ചിട്ടൊരു അടിയില്ല, ആ ഒറ്റ അടി. അവിടെ ആള് ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുകയെ അല്ലെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ടേൺ ചെയ്ത് അടിക്കാൻ നോക്കിയില്ല. കവർസ്കാലിന്റെ ബോള് വരുന്ന വഴിക്കാൻ ഒറ്റ അലകലക്കി. അത് മാനുവൽ ന്യൂർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. നോക്കി നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. ഒരു മിന്നലും പോയ പോലെ തോന്നിയിട്ടുണ്ടാവുള്ളൂ. വലയിൽ കയറി 1-0 പിന്നെ സമനിലയ്ക്ക് വേണ്ടി അപ്പൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഓൾറെഡി ഒരു ഗോളിന് മുന്നിൽ നിന്നിട്ടാണ് കളി തുടങ്ങിയത്. ഇപ്പോൾ അടിച്ച് 2 ഗോൾ, ജയിക്കുന്നത് 3 ഗോൾ അടിക്കണം. സ്വന്തം കാണിയുടെ മുന്നിൽ നാളെ കിടാൻ പറ്റുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് സമനിലയിൽ പിടിക്കണ്ടേ? അതിനുള്ള വേണ്ടി കളിയായി പടച്ച് അവന് മാക്സിമം പുഷ് ചെയ്ത് കൊണ്ടുവരുന്നു. ലൂയിസ് ഡയസ് ഒക്കെ മാക്സിമം കളിച്ചിട്ടുണ്ട്. ലൂയിസ് ഡയസ് ലെഫ്റ്റ് സൈഡിൽ നിന്നും പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് മറ്റേ ഫ്രാൻസിന്റെ ചങ്ങായും കൂടിയിട്ട് മാക്സിമം പുഷ് ചെയ്ത് ബോക്സിക്ക് ബോൾ കൊടുക്കുന്നു. പക്ഷെ എല്ലാം PSG മതിലിൽ ഡിഫൻസ് ലൈനിൽ തട്ടി പോകുന്നു, ഗോൾ കീപ്പറിൽ തട്ടി പോകുന്നു എന്നുള്ള അവസ്ഥ. ഒരെണ്ണം പോലും ഉള്ളിലേക്ക് കയറിയില്ല. ഇതിനിടയിൽ കോൺട്രവേഴ്സികൾ പലതും വന്നത്. ഓൾറെഡി ന്യൂനോ മെൻഡസിന് ഒരു മഞ്ഞക്കാട് തുടക്കത്തിൽ കിട്ടിയിരുന്നു. അതിന്റെ കൂടെ ഒരു ഹാൻഡ് ബോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഈ ഭാഗത്ത് തട്ടിയതാണ്. ഹാൻഡ് ബോൾ വേണം കൊടുക്കാം, പക്ഷെ റെഫറി അത് കൊടുക്കുന്നില്ല. അത് കൊടുത്തിരുന്നെങ്കിൽ യെല്ലോ കാർഡ് കിട്ടിയിരുന്നു. ന്യൂനോ മെൻഡസ് റെഡ് കാർഡ് കൊണ്ട് പുറത്തു പോയിരുന്നു. കാരണം വിൻസെന്റ് കോമ്പനി പിന്നെ ടീമിലെല്ലാവരും കൂടിയിട്ട് റെഫറിയുടെ നേരെ ചീറിയെടുക്കുന്നു. കാരണം യെല്ലോ കാർഡ് കൊടുക്കാൻ വേണ്ടി. പക്ഷെ റെഫറി അത് ഡിനൈ ചെയ്യുന്നു. അങ്ങനെ അതൊരു തർക്ക വിഷയമാണ്. പിന്നെ അടുത്തൊരു തർക്ക വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG ബോക്സിൽ വെച്ചിട്ട് മാർക്കിനോസ് അങ്ങോട്ട് ക്ലിയർ ചെയ്ത ബോള് PSG ഒരു കളിക്കാരൻ്റെ കയ്യിൽ തട്ടിയിട്ടാണ് പോണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കിനോസ് ക്ലിയർ ചെയ്യുന്ന ബോള് ബോക്സിൽ വെച്ചിട്ട് തന്നെ PSG കളിക്കാരൻ്റെ കയ്യിൽ തട്ടി തെറിക്കുന്നു. ഇത് കണ്ട ബയൺ മ്യൂണിക്കിന്റെ കളിക്കാർ റെഫറിന് നേരെ പാഞ്ഞെടുക്കുന്നു. റെഫറി അത് ഇന്റൻഷനിൽ അല്ലാത്ത കാരണമായിരിക്കണം റെഫറി അത് അനുവദിച്ചത്. അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അങ്ങനെ പെനാൽറ്റികൾ കിട്ടേണ്ട ഒരവസ്ഥകളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടെന്നായിരിക്കും. പക്ഷേ ഇന്റൻഷനിൽ അല്ലാത്ത കാരണമായിരിക്കും റെഫറി ഡിനൈ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ കൊടുത്ത് അറിയില്ല, ചെക്ക് ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ മൊമെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കളി അവസാനിച്ചത്. എന്തായാലും കിമ്മിച്ചൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അതിശയമായിരിക്കും കളി കഴിഞ്ഞിട്ട് ഫൈനലിസം എടുക്കുന്നതിന് ശേഷം കിമ്മിച്ച് റെഫറിയുടെ നേരെ പാഞ്ഞെടുത്തിട്ട് റെഫറിനെ അസത്യം പറയായിരിക്കും, ചീത്ത പറഞ്ഞിട്ട് ഒരു യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു. പ്രസക്തി ഇല്ലാത്ത യെല്ലോ കാർഡാണ്. എനിവേ കളി അങ്ങനെ ഒരു കലുഷിതമായ രീതിയിലാണ് അവസാനിച്ചത്. എനിവേ എന്തായാലും ബാക്ക് ടു ബാക്ക് ഫൈനൽ പ്രവേശനമാണ് PSG-ക്കുള്ളത്. ഇനി PSG-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ഉസ്മാൻ ഡെംബലെയാണ് ഗോൾ അടിച്ചത്. പിന്നെ കഴിഞ്ഞില്ല, കളി കഴിയാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം 5 മിനിറ്റ് കൊടുത്തത്. ഞാൻ 5 മിനിറ്റേ കൊടുത്തുള്ളൂ എന്നേ ഉള്ളൂ. 8 മിനിറ്റ് കൊടുക്കായിരുന്നു. 5 മിനിറ്റേ കൊടുത്തത്. അതിൽ 94-ാം മിനിറ്റിൽ
ഹാരി കെയ്ൻ ഒരു ഗോൾ മടക്കിയെങ്കിലും സമയം വൈകിപ്പോയി. ഒരു അറ്റ്ലീസ്റ്റ് ആ ഗോൾ അടിക്കുന്നത് 90ാമത്തെ മിനിറ്റിലാണെങ്കിൽ, ഹാരി കെയ്ൻ്റെ ഗോൾ 90ാമത്തെ മിനിറ്റിലാണെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ 5 മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ ബയേൺ ഒന്നും കൂടെ അറ്റ്ലീസ്റ്റ് സമനിലയാക്കുകയും ചെയ്യുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരുന്നു. പക്ഷെ അതും വരുത്തിയില്ല. 94ാമത്തെ മിനിറ്റിലാണ് ഹാരി കെയ്ൻ ഗോൾ അടിക്കുന്നത്. അപ്പോൾ സമയം വൈകിപ്പോയി. അങ്ങനെ 1-1 സമനില. ടോട്ടൽ അഗ്രിഗേറ്റ് 6-5. യെസ്, 6-5 എന്നുള്ള അഗ്രിഗേറ്റിൽ PSG ഫൈനലിലേക്ക് കടന്നു. ഇനി PSG കാര്യം എടുക്കുകയാണെങ്കിൽ PSG ഡുവെ ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്നു, ഉസ്മാൻ ഡെമ്പലെ ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്നു, കവൾസ്കാലി ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്നു. ഈ 3 പേരും കൂടിയിട്ടാണ് അറ്റാക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്തത്. കവൾസ്കാലിക്ക് പോണ പോക്ക് കാണണം. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കവൾസ്കാലിയുടെ കാലിൽ പന്ത് കിട്ടുമ്പോൾ എന്തെന്ന് ചെയ്യാത്ത അവസ്ഥയിലാണ് നമ്മുടെ ബയേൺ മ്യൂണിക്കിൻ്റെ കളിക്കാരൻ നിന്നത്. അത് നന്നായി ട്വിസ്റ്റ് തേടിയിരുന്നു പോകുന്നു. നല്ല കളിക്കാരൻ കേട്ടോ. ഈ ബയേണിലേക്ക് പോകുന്നു, കവൾസ്കാലിയെ ബയേൺ ഇട്ട് നോക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെൻറ്റർ മധ്യനിര അടക്കിവാണത് PSG ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. വിറ്റീനിയും പിന്നെ ചങ്ങാടി പേരുണ്ടായിരുന്നു, ഞാൻ മറന്നത്. ചങ്ങാടി ഉണ്ടായിരുന്നു വിറ്റീനി ഒരു വേറെ ചങ്ങാടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 പേര് കൂടിയിട്ട് ആ മധ്യനിരനെ അടക്കി വാണു. വിറ്റീനിയൊക്കെ പന്തായിട്ട് പോകുന്നത് കാണണം, പാസ് ഇട്ട് കൊടുക്കുന്നത് കാണണം. എന്താ കളിക്കാരൻ, ഹൈറ്റില്ല എന്നുള്ളൂ. ചങ്ങായിയുടെ കളി ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കാലിൽ പന്തൊക്കെ കൃത്യമായിട്ട് അത് ബോക്സിലേക്ക് അവിടേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ കംപ്ലീറ്റ് ബോൾ കൺട്രോള് ഒരു വിധമൊക്കെ PSG മധ്യനിരയിൽ കളിച്ചിട്ടുണ്ട്. യെസ്, ഫാബിയൻ റൂയിസ്. യെസ്, ഈ 2 പേരാണ് എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം. അവർ സെൻറ്റർ മധ്യനിര അവരങ്ങോട്ട് അടക്കി ഭരിച്ചു. ഡിഫൻസ് പിന്നെ നുണോ മെൻഡസ്, മാർക്കിനോസ് അവർക്ക് കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ബോളുകളൊന്നും അധികം അധികമല്ല, ഒരു ഗോള് വലക്കറിയുള്ളൂ, ബാക്കിയൊക്കെ സമയം ഡിഫെൻഡ് ചെയ്ത് നിന്നത്. പക്ഷെ ഫാബിയൻ റൂയിസും വിറ്റീനിയും ഒന്നും പറയാനില്ല. അവരാണ് മധ്യനിര അടക്കി വാണത്. അവർക്കൊരു സ്പെഷ്യൽ ക്രെഡിറ്റ് കൊടുക്കണം ഈ കളി ജയിച്ചത്. എനിവേ, ബാക്ക് ടു ബാക്ക് ഫൈനലാണ് PSG ഉള്ളത്. ഇനിയിപ്പോൾ PSG വേഴ്സസ് ആഴ്സണൽ ആ ഫൈനൽ. ഒരു മേൽക്കോമ കൊടുക്കാത്ത ഞാൻ PSG കൊടുക്കുള്ളൂ. കാരണം ഇമാതിരി കളി കളിക്കുകയാണെങ്കിൽ ആഴ്സണലിനെ നോക്കിയിരിക്കാനേ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫൈനലാണ്, 90 മിനിറ്റോട് സെക്കൻഡ് ലീഗ് ഇല്ല. ആഴ്സണൽ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആഴ്സണലിന് ബസ് പാർക്കിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബോൾ അടിക്കുക എന്നുള്ള എളുപ്പമല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSG തോൽപ്പിക്കുക അസാധ്യമാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും അതിനെക്കുറിച്ച് ഇടാൻ മാക്സിമം ശ്രമിക്കാം. ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ട് പോകാം. ഇതേ അവസ്ഥയായിരുന്നു ക്ലബ് വേൾഡ് കപ്പ് ഫുട്ബോളിൽ PSG ഫൈനലിലെത്തിയപ്പോൾ. ഫൈനലിൽ ചെൽസി ആയിട്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു PSG ജയിക്കും, എന്തായാലും PSG ജയിക്കും, ഇമാതിരി ടീമല്ല PSG ജയിക്കുന്നു ചോദിച്ചു. പക്ഷേ ചെൽസി ജയിച്ചില്ലേ. അതും കൂടി ഒന്ന് പരിഗണിക്കുമ്പോൾ ആഴ്സണലിന് ചാൻസ് ഉണ്ട്.